നമസ്കാരം. വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ ഉറപ്പായും മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച നേതാവായിരുന്നു ചാണ്ടി ഉമ്മൻ. ഉമ്മൻചാണ്ടിയുടെ അദൃശ്യ സാന്നിധ്യം നിറഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF 102 സീറ്റുകളുമായാണ് ഇക്കുറി അധികാരത്തിലെത്തിയത്. 1,00,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പുതുപ്പള്ളിയിൽ നിന്ന് വിജയിച്ച ചാണ്ടി ഉമ്മൻ പരിഗണിക്കപ്പെടും എന്നത് തീർച്ചയുമായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഭാരതയാത്രയിൽ കൂടെയുണ്ടായിരുന്ന ആൾ എന്ന നിലയിൽ ഉൾപ്പെടെ ചാണ്ടി ഉമ്മന് അനുകൂലമായ ഒട്ടനവധി ഘടകങ്ങളുമുണ്ടായിരുന്നു. എന്നാൽ അവസാന നിമിഷമാണ് ചാണ്ടി ഉമ്മൻ മന്ത്രിമാരുടെ പരിഗണനാ ലിസ്റ്റിൽ നിന്നും വെട്ടപ്പെട്ടത്. ഇതിൽ എ ഗ്രൂപ്പ് കടുത്ത അമർഷത്തിലുമാണ്. ഈ അമർഷം എ ഗ്രൂപ്പ് നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുമുണ്ട്. ക്രിസ്ത്യൻ മന്ത്രിമാരുണ്ടെങ്കിലും ഓർത്തഡോക്സ് സഭയ്ക്ക് ഇക്കുറി മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ലാത്ത അവസ്ഥയിൽ ചാണ്ടി ഉമ്മനായിരുന്നു സാധ്യത കൂടുതൽ. സഭയുടെ പിന്തുണയും ചാണ്ടിക്ക് തന്നെയായിരുന്നു. എന്നാൽ ചാണ്ടി ഉമ്മൻ പരിഗണിക്കപ്പെട്ടില്ല. കൂടിയാലോചനകൾ ഇല്ലാതെയാണ് ചാണ്ടി ഉമ്മനെ മന്ത്രിസ്ഥാനത്തു നിന്ന് തഴഞ്ഞതെന്നാണ് എ ഗ്രൂപ്പ് നേതാക്കളുടെ ആരോപണം. സണ്ണി ജോസഫ്, റോജി എം ജോൺ, CP ജോൺ, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, മോൻസ് ജോസഫ് തുടങ്ങി 6 ക്രിസ്ത്യൻ മന്ത്രിമാർ വന്നത് ചാണ്ടി ഉമ്മന് അവസാന ഘട്ടത്തിൽ തിരിച്ചടിയുമായി. എന്നാൽ സണ്ണി ജോസഫും റോജി എം ജോണും മാത്രമാണ് കോൺഗ്രസിലെ ക്രിസ്ത്യൻ മന്ത്രിമാർ. മറ്റുള്ളവരെല്ലാം തന്നെ ഘടകകക്ഷിയിൽ നിന്നുള്ളവരാണ്. റോജി എം ജോണും ജനീഷുമൊക്കെ മന്ത്രിമാരായി എത്തിയപ്പോൾ യുവ പ്രാതിനിധ്യത്തിന്റെ അഭാവം പ്രകടമായില്ല. എന്നാൽ ചാണ്ടി ഉമ്മൻ പ്രശ്നം കത്തിക്കാൻ തന്നെയാണ് എ ഗ്രൂപ്പ് നീക്കം. ഹൈക്കമാൻഡിൽ ഈ കാര്യം അറിയിച്ചത് തന്നെ അതിനുള്ള തെളിവുമാണ്. ചാണ്ടി ഉമ്മനും AK ആന്റണിയെ പോലുള്ള മുതിർന്ന നേതാക്കളെ സന്ദർശിച്ച് ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ മന്ത്രിസ്ഥാനം താൻ ആഗ്രഹിച്ചില്ലെന്നാണ് ചാണ്ടി ഉമ്മന്റെ പക്ഷം. പുതുപ്പള്ളിയിൽ നിന്ന് ഉൾപ്പെടെയുള്ള ജനങ്ങളാണ് അത് ആഗ്രഹിച്ചത്. ജനങ്ങൾ വെട്ടുന്ന വഴിയിലൂടെ സഞ്ചരിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നാണ് ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. എന്തായാലും എ ഗ്രൂപ്പ് രോഷം വെടിയിൽ വന്നതോടെ പാർട്ടിയിൽ ചാണ്ടി ഉമ്മൻ പ്രശ്നം പുകയുകയാണ്. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന് എന്തായാലും തീരുമാനം എടുക്കേണ്ടി വരും.